ആൻഡ്രൂസ് ഫേവറേറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 843 ദിവസം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം. അനന്തരം അവൻ എന്നെ ഗോപുരത്തിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടുചെന്നു. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെ ആയിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. ഇത് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. നഗരത്തെ നശിപ്പിപ്പാൻ ഞാൻ വന്നപ്പോൾ കണ്ട ദർശനം പോലെ തന്നെ. ഈ ദർശനങ്ങൾ കേബാർ നദീതീരത്ത് വെച്ച് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ കവിണ്ണു വീണു. യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു. ആത്മാവ് എന്നെ എടുത്തു അകത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുചെന്നു. യഹോവയുടെ തേജസ് ആലയത്തെ നിറച്ചിരുന്നു. ആ പുരുഷൻ എന്റെ അടുക്കൽ നിൽക്കുമ്പോൾ ആലയത്തിൽ നിന്ന് ഒരുത്തൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഇത് ഞാൻ എന്നേക്കും ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുന്ന എന്റെ സിംഹാസനത്തിന്റെ സ്ഥലവും എന്റെ കാലടികളുടെ സ്ഥലവും ആകുന്നു. ഇസ്രായേൽ ഗൃഹമെങ്കിലും അവരുടെ രാജാക്കന്മാരെങ്കിലും തങ്ങളുടെ പരസംഗം കൊണ്ടും പൂജാഗിരികളിലെ തങ്ങളുടെ രാജാക്കന്മാരുടെ ശവങ്ങൾ കൊണ്ടും എനിക്കും അവർക്കും ഇടയിൽ ഒരു ചുവർ മാത്രം ഉണ്ടായിരിക്കത്തക്കവണ്ണം തങ്ങളുടെ ഉമ്മരപ്പടി എന്റെ ഉമ്മരപ്പടിയും തങ്ങളുടെ കട്ടള എന്റെ കട്ടളയും ആക്കുന്നതുകൊണ്ടും എന്റെ വിശുദ്ധനാമത്തെ ഇനി അശുദ്ധമാക്കേണ്ടതല്ല. അവർ ചെയ്ത മ്ലേച്ഛതകളാൽ അവർ എന്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ കോപത്തിൽ അവരെ നശിപ്പിച്ചു. ഇപ്പോൾ അവർ തങ്ങളുടെ പരസംഗവും രാജാക്കന്മാരുടെ ശവങ്ങളും എങ്കിൽ നിന്ന് ദൂരത്താക്കി കളയട്ടെ. എന്നാൽ ഞാൻ അവരുടെ മധ്യേ എന്നേക്കും വസിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ അകൃത്യങ്ങളെക്കുറിച്ച് ലജ്ജിക്കേണ്ടതിന് നീ ഈ ആലയം അവരെ കാണിക്കാം. അവർ അതിന്റെ മാതൃക അളക്കട്ടെ. അവർ ചെയ്ത സകലത്തെയും കുറിച്ച് അവർ ലജ്ജിച്ചാൽ നീ ആലയത്തിന്റെ ആകൃതിയും വിധാനവും പുറപ്പാടുകളും പ്രവേശനങ്ങളും അതിന്റെ ആകൃതിയൊക്കെയും സകല വ്യവസ്ഥകളും അതിന്റെ രൂപമൊക്കെയും അതിന്റെ സകല നിയമങ്ങളും അവരെ അറിയിച്ചു. അവർ അതിന്റെ എല്ലാ ചട്ടങ്ങളും വ്യവസ്ഥകളും പ്രമാണിച്ച് അനുഷ്ഠിക്കേണ്ടതിന് അതിനെയൊക്കെയും അവർ കാണുകെ എഴുതി വയ്ക്കുക. ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. പർവ്വതത്തിന്റെ മുകളിൽ അതിന്റെ അതിർത്തിക്കകമെല്ലാം അതിവിശുദ്ധമായിരിക്കണം. അതേ, ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. മുഴപ്രകാരം യാഗപീഠത്തിന്റെ അളവ് ആവിത്. മുഴം ഒന്നിന് 1 മുഴവും 4 വിരലും. ചുവട് 1 മുഴം, വീതി 1 മുഴം. അതിന്റെ അകത്ത് ചുറ്റുമുള്ള വക്ക് 1 ചാൺ. യാഗപീഠത്തിന്റെ ഉയരമാവിത്. നിലത്തെ ചുവട് മുതൽ താഴത്തെ തട്ടുവരെ 2 മുഴവും വീതി 1 മുഴവും. താഴത്തെ തട്ടു മുതൽ വലിയ തട്ടുവരെ 4 മുഴവും വീതി 1 മുഴവും ആയിരിക്കണം. ഇങ്ങനെ മേലത്തെ യാഗപീഠം 4 മുഴം. യാഗപീഠത്തിന്റെ അടുപ്പിൽ നിന്ന് മേലോട്ട് 4 കൊമ്പ് ഉണ്ടായിരിക്കണം. യാഗപീഠത്തിന്റെ അടുപ്പിന്റെ നീളം 12 മുഴവും വീതി 12 മുഴവുമായി സമചതുരമായിരിക്കണം. അതിന്റെ 4 പുറവുമുള്ള തട്ട് 14 മുഴം നീളവും 14 മുഴം വീതിയും. അതിന്റെ ചുറ്റുമുള്ള വക്ക് 1/2 മുഴവും ചുവട് ചുറ്റും 1 മുഴവും ആയിരിക്കണം. അതിന്റെ പതനങ്ങൾ കിഴക്കോട്ടായിരിക്കണം. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവർ യാഗപീഠമുണ്ടാക്കുന്ന നാളിൽ അതിന്മേൽ ഹോമയാഗം കഴിക്കേണ്ടതിനും രക്തം തളിക്കേണ്ടതിനും അതിനെക്കുറിച്ചുള്ള ചട്ടങ്ങൾ ആവിത്. എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എന്നോട് അടുത്തു വരുന്ന സാദോക്കിന്റെ സന്തതിയിലുള്ള ലേവ്യരായ പുരോഹിതന്മാർക്ക് നീ പാപയാഗമായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നീ അതിന്റെ രക്തത്തിൽ കുറെയെടുത്ത് യാഗപീഠത്തിന്റെ 4 കൊമ്പിലും തട്ടിന്റെ 4 കോണിലും ചുറ്റുമുള്ള വക്കിലും പുരട്ടി അതിന് പാപപരിഹാരവും പ്രായശ്ചിത്തവും വരുത്തണം. പിന്നെ നീ പാപയാഗത്തിന് കാളയെ എടുത്ത് ആലയത്തിൽ നിയമിക്കപ്പെട്ട സ്ഥലത്ത് വിശുദ്ധ മന്ദിരത്തിന്റെ പുറമേ വെച്ച് ദഹിപ്പിക്കണം. 2-ാം ദിവസം നീ ഊനമില്ലാത്തൊരു കോലാട്ടുകൊറ്റനെ പാപയാഗമായി അർപ്പിക്കണം. അവർ കാളയെ കൊണ്ട് യാഗപീഠത്തിന് പാപപരിഹാരം വരുത്തിയതുപോലെ ഇതിനെ കൊണ്ടും അതിന് പാപപരിഹാരം വരുത്തണം. അതിന് പാപപരിഹാരം വരുത്തി തീർന്ന ശേഷം നീ ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെയും അർപ്പിക്കണം. നീ അവയെ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരേണം.
പുരോഹിതന്മാർ അവയുടെ മേൽ ഉപ്പ് വിതറിയ ശേഷം അവയെ യഹോവയ്ക്ക് ഹോമയാഗമായി അർപ്പിക്കണം. 7 ദിവസം നീ ദിനംപ്രതി പാപയാഗമായി ഓരോ കോലാട്ടിനെ അർപ്പിക്കണം. അവർ ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്നൊരു ആട്ടുകൊറ്റനെയും അർപ്പിക്കണം. അങ്ങനെ അവർ 7 ദിവസം യാഗപീഠത്തിന് പ്രായശ്ചിത്തം വരുത്തിയും അതിനെ നിർമ്മലീകരിച്ചും കൊണ്ട് പ്രതിഷ്ഠ കഴിക്കണം. ഈ ദിവസങ്ങൾ തികച്ച ശേഷം 8-ാം ദിവസവും മുൻപോട്ടും പുരോഹിതന്മാർ യാഗപീഠത്തിന്മേൽ നിങ്ങളുടെ ഹോമയാഗങ്ങളെയും സമാധാനയാഗങ്ങളെയും അർപ്പിക്കണം. അങ്ങനെ എനിക്ക് നിങ്ങളിൽ പ്രസാദമുണ്ടാകുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്.